പത്തരം മാറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും മുത്തശ്ശൻ ആ വീട്ടിൽ എല്ലാവരും സമാധാനമായിട്ട് പോകണമെന്നുണ്ട്. എന്നാലും ആദർശിനെയും നയനേനെയും എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുവരണമെന്ന് വളരെ ആഗ്രഹവും തോന്നുന്നുണ്ട്. എന്തായാലും ആരാണ് ഇതിൽ തെറ്റ് ചെയ്തത്, അത് മാത്രമല്ല ആരാണ് ജ്വല്ലറിയിൽ നിന്ന് ഇത്രയും കള്ളത്തരങ്ങൾ കാണിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇതിൻ്റെ എല്ലാം മുത്തശ്ശൻ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഓരോ കാരണം വെച്ചാലും അത് തിരിച്ചറിയാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്നാൽ മുത്തശ്ശനാണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും ഓരോരുത്തരും നീക്കം ശ്രദ്ധിക്കണമെന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നയനെ ഫോൺ വിളിച്ച് ചോദിക്കണം നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ. അല്ലാതെ ഒന്നും ആരെക്കുറിച്ച് അറിയാൻ പറ്റില്ല. നാഗേന്ദ്രനാണെങ്കിൽ സ്വഭാവത്തിൽ തന്നെ വളരെ വ്യത്യാസമുണ്ട്. അത് നമുക്ക് കാണാൻ പറ്റുമല്ലോ ഓരോരോ കാര്യത്തിലും. എന്തായാലും അവരുടെ എന്താ അടുത്ത നീക്കമെന്ന് നമുക്ക് മനസ്സിലാക്കി തരണം. ഓരോ കാര്യവും എപ്പോഴെപ്പോഴും വഴക്ക് പറയുന്നുണ്ടെങ്കിലും എന്ത് ചെയ്താലും എന്ത് പറയാനും ഒരു മടിയില്ലാത്തവനാ. എന്തായാലും ആരാ ഇതിൽ നമുക്ക് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തായാലും എങ്ങനെയായിരുന്നാലും തെറ്റായി ചെയ്യുന്ന ആളെ കണ്ടുപിടിക്കുകയും അതുപോലെ തന്നെ രാജകീയമായിട്ടുള്ള ഒരു വരവേൽപ്പ് നയനയ്ക്കും ആദർശിനും നമുക്ക് കൊടുക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അത് ഫോൺ വിളിച്ച് നയനയുടെ അടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് പറയുക, എന്താ ആരാ ഫോൺ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാനെല്ലാം പറയാം, നമ്മുടെ ജ്വല്ലറിയുടെ തകർച്ചയ്ക്ക് വേണ്ടി നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, അതാ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. അത് ഒരു മത്സരം വെച്ചിരുന്നാലും എന്തായാലും അതിൽ ജയിക്കുക തോൽക്കുക എന്നുള്ളത് ബാക്കിയുള്ളവർക്ക് ഒന്നും അറിയണ്ടല്ലോ. എന്നാൽ കുറ്റം ചെയ്തവരാണെങ്കിൽ പേടിച്ചേ നിൽക്കുകയുള്ളൂ, ബാക്കിയുള്ളവരാണെങ്കിൽ ധൈര്യപൂർവ്വം മുന്നോട്ട് വരും. അതാ നമ്മൾ നയനയുടെ കാര്യത്തിലുള്ളത്. അതുപോലെ തന്നെ ആദർശാണെങ്കിൽ അനിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും കല്യാണം ഉറപ്പിച്ചതാണ്, അത് തന്നെ നടത്തണം, അതാ നമ്മുടെയൊക്കെ ആഗ്രഹം. അവന്തിക നല്ല കുട്ടി തന്നെയാണ്, മുത്തശ്ശി ആലോചിച്ച ആലോചനയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് അനി പറയുക, എനിക്ക് അതിനോട് താല്പര്യമില്ല, ഞാൻ പറഞ്ഞതല്ലേ, എന്താ വലിയമ്മയ്ക്ക് പറഞ്ഞ് മനസ്സിലായിക്കൂടെ എന്നൊക്കെ അനി ചോദിക്കുന്നുണ്ട്. എന്തായാലും അവൻ്റെ മാനസികാവസ്ഥ എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് ആദർശി പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് കേട്ടിട്ട് അനി പറയുക, എനിക്ക് പറ്റിയിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കല്യാണം ഇഷ്ടമല്ല, അവളെനിക്ക് പറ്റില്ല, എനിക്ക് ഇഷ്ടമില്ലെന്ന് വെച്ചാൽ പിന്നെ എന്തിനാ ഇതിനെ നിർബന്ധിക്കുന്നത്, നിനക്ക് അപ്പോഴെങ്കിലും പറഞ്ഞൂടെ എന്ന് ആദർശി ചോദിക്കുന്നുണ്ട്. എന്തായാലും നയനയുടെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, അവൾക്കാണെങ്കിൽ താല്പര്യം തന്നെയാണ്, ഏതായാലും കല്യാണം നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് അനിയത്തിയുടെ അടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ പറഞ്ഞപ്പോഴത്തേക്കും ഒന്നും മിണ്ടിയില്ല. അതുകൊണ്ട് നീ നിൻ്റെ കാര്യം നോക്കണം, എന്തായാലും മുത്തശ്ശൻ്റെ ആഗ്രഹം സഹായിച്ചു കൊടുക്കുകയും ചെയ്യണം എന്ന് പറയുന്നുണ്ട്. എന്നാൽ അവന്തികയുടെ അച്ഛനും അവന്തികയും സംസാരിക്കുകയാണ്. അവനാണെങ്കിൽ കല്യാണത്തിൽ സമ്മതിച്ചാണെങ്കിൽ നിശ്ചയം വരെ എത്തിയെങ്കിലും അവന് എന്തോ ഒരു ഇഷ്ടക്കുറവ് കാണുന്നുണ്ട്. എന്താ കാര്യമെന്ന് നമുക്കത് അറിയില്ലല്ലോ. എന്തായാലും ഏതുവരെ പോയാലും നമുക്കത് നടത്തിച്ചേ മതിയാവുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, അറിയാമല്ലോ. എന്തായാലും നമ്മളെ വിജയം മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ. അവരുടെ കാര്യത്തിൽ എന്ത് പറഞ്ഞിരുന്നാലും നമുക്കൊന്നും സമ്മതിച്ചു കൊടുക്കാൻ പോലും പാടില്ല. ഈ കല്യാണം നടത്തുക, അത് മാത്രമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് അവന്തിക പറയുക, എന്തായാലും എനിക്കൊരു സംശയം തന്നെയാണ് ഈ കല്യാണത്തെക്കുറിച്ച്. അനിയാണെങ്കിൽ എൻ്റെ അടുത്ത് ഒരു താല്പര്യവുമില്ല, മിണ്ടാൻ പോലും ഭയങ്കര മടിയാണ്. ഞാൻ അടുത്ത് പോകുമ്പോൾ പോലും ഒഴിഞ്ഞു മാറും പോലത്തെ സ്വഭാവമാണ്. എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ശരിയാവും എന്ന് അവന്തിയുടെ അച്ഛൻ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഓരോ കാര്യത്തിനും എപ്പോഴും വഴക്ക് പറയുന്ന മുത്തശ്ശൻ ഈ കാര്യത്തിൽ ഒന്നും പറയുന്നില്ലല്ലോ എന്നാണ് അനിയും പറയുന്നത്. അനി ആദർശിൻ്റെ അടുത്ത് വീണ്ടും ഫോൺ വിളിച്ച് പറയുക, എന്തായാലും മുത്തശ്ശനോട് സംസാരിക്കണം ഈ കല്യാണത്തിൻ്റെ കാര്യം. എന്തായാലും നമ്മൾ ഓഫീസിൽ പോയപ്പോഴത്തേക്കും പറഞ്ഞ കാര്യമാണ്. ഞാനാണെങ്കിൽ ഓരോ കാര്യത്തിലും വിഷമിച്ചിരിക്കുന്നതിന് കാര്യം തന്നെ ഇപ്പോൾ ഈ ഒരു കല്യാണത്തിൻ്റെ കാര്യത്തിലാണ്. അതുകൊണ്ട് എന്നെ ഒന്ന് ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും മോചിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് ആദർശി പറയുക, ഓരോ കാര്യവും ചിന്തിച്ചാണ് പ്രവർത്തിക്കാൻ, അതുമാത്രമല്ല കുടുംബത്തിൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യണം. അപ്പോഴത്തേക്കും അനി ചോദിക്കുക, എന്നാൽ ചേട്ടൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് എനിക്കിതിൽ ഒന്നും പറയാനില്ല, എന്തായാലും മുന്നോട്ട് പോവുക, ഇത്ര തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുന്നുണ്ട്. എന്നാൽ ഈ കാര്യം അറിഞ്ഞ നയനയുടെ അനിയത്തിയാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ ഇരിക്കുകയാണ്. എന്നാൽ പോലീസ് ഓഫീസറാണെങ്കിലും ഭയങ്കര ഒരു റൊമാൻറ്റിക്കാണ്. എന്നാലും എന്താ പറ്റുക എന്നൊന്നും എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലാവുന്നില്ല എന്ന് അനി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്.
ഓരോ കാര്യത്തിനും എപ്പോഴും വിളിക്കുന്നതും സംസാരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോൺ പോലും എടുക്കുന്നില്ല. എന്തോ ഒഴിഞ്ഞു മാറുന്നത് പോലെ എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അനി പറയുന്നുണ്ട് ആദർശിൻ്റെ അടുത്ത്. നീ ഓരോന്ന് വീണ്ടും ചിന്തിക്കുകയൊന്നും ചെയ്യരുത്. വേണ്ടാത്തത് വേണ്ട തന്നെയെന്ന് നീ തീരുമാനിക്കണം. ഓരോന്നിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് പ്രയാസം ഉണ്ടാവുന്നത്. എന്തായാലും ഇനി എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരില്ലെന്ന് ആദർശ് പറയുകയാണ് അനിയുടെ അടുത്ത്. അനി പറയുക, എന്തായാലും ഞാൻ മുത്തശ്ശൻ്റെ സംസാരിക്കാൻ പോവുക, മുത്തശ്ശൻ തീരുമാനിക്കട്ടെ എന്ന് അനി പറയുകയും ചെയ്യുന്നുണ്ട്. ഓരോ കാര്യവും നീ ഓരോന്ന് വരുത്തി വെച്ചിട്ട് ഇനി അടുത്ത തീരുമാനത്തിന് എല്ലാവരെയും കൊണ്ടും വഴക്ക് വാങ്ങിപ്പിക്കല്ലേ, എനിക്ക് അത്രേ പറയാവുള്ളൂ എന്നും പറയുകയും ചെയ്യുന്നു. എന്തായാലും ജ്വല്ലറിയുടെ പതനമാണ് നമുക്ക് ആഗ്രഹം എന്ന് ആദർശ് പറയുകയാണ് നവിയുടെ അടുത്ത്. ഇത് കേട്ടത് നവി പറയുക, എന്തായാലും ഈ കല്യാണാലോചനയിൽ എന്തോ ഒരു പന്തികേട് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും മുത്തശ്ശൻ തീരുമാനിച്ചതില്ലേ, മുത്തശ്ശനാണെങ്കിൽ കുടുംബത്തെക്കാൾ വളരെ വലുതാണ് ബിസിനസ്. എനിക്കും അതുപോലെ തന്നെയാണ്. പക്ഷേ ഒരുപടി എനിക്ക് മുന്നേ എൻ്റെ കുടുംബമാണ് എനിക്ക് വലുത്. മുത്തശ്ശനാണെങ്കിൽ ചില സമയത്ത് പെരുമാറുന്നത് ബിസിനസ് മാത്രമാണെന്ന് പറയും പോലെയാണ്. എന്നുവെച്ചാൽ ആ ചിന്ത മാത്രമേ ഉള്ളൂ. ആരെന്ത് പറഞ്ഞാലും ഒരു ഇതുമില്ല, ബിസിനസ്സിന് വേണ്ടി എന്ത് ചെയ്യും, ആ ഒരു രീതിയാണ് മുത്തശ്ശന് എനിക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. അത് തോന്നല എന്ന് പറയുന്നുണ്ട് നയന. എന്തായാലും ഓരോ കാര്യത്തിനും എല്ലാത്തിനും കുറ്റം പറയുന്ന ആദർശാണല്ലോ എനിക്കിപ്പം കാണാൻ പറ്റുന്നത് എന്നും പറയുന്നുണ്ട് നയന. അത് എന്നെ നീ വെച്ച് പറയുകയാണോ അല്ലേ? അല്ല, ഞാൻ കാര്യമായിട്ട് പറയുക എന്നൊക്കെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് മുത്തശ്ശൻ്റെ കോള് വരിക. ആദർശിൻ്റെ അടുത്ത് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഓരോ കാര്യം നമ്മൾ മനസ്സിലാക്കി വരികയാണ്. ജ്വല്ലറിയുടെ പതനത്തിന് നമുക്കത് കാത്തിരിക്കേണ്ട ദിവസങ്ങളാണ് ഇനി. എന്തായാലും കല്യാണത്തിലേക്ക് നടക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കള്ളത്തരങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ കണ്ടുപിടിക്കണം എന്ന് മുത്തശ്ശൻ പറയുകയും ചെയ്യുന്നുണ്ട് നയനയുടെ അടുത്ത്.